എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. ഏതൊരു കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട, പ്രകടന പത്രിക, അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരമേറ്റാൽ അപ്പോൾ തന്നെ നടപ്പാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 57 മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകളും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന ഒരു നാടായി കേരളത്തെ മാറ്റിയിട്ടുണ്ട്. 57 EMS സർക്കാർ തന്നെ ഏറ്റവും മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നിയമം, അത് സർക്കാരിനെ അട്ടിമറിച്ചെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നോട്ട് അതിന്റെ ഗുണഫലമായി ഇന്ന് പുതിയ തലമുറ ഉയർന്നു വന്നിരിക്കുന്നു. ആരോഗ്യമുള്ളൊരു ജനത, വിദ്യാഭ്യാസമുള്ളൊരു ജനത. ഈ ജനതയ്ക്ക് ഇന്നത്തെ കേരളത്തിൽ എന്തെല്ലാമാണ് കുറവുള്ളത്, ആ കുറവുകളെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ 10 കൊല്ലക്കാലം നടത്തിയത്. നല്ല റോഡുണ്ടാക്കി, പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടാക്കി, എല്ലാവർക്കും വീട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിദാരിദ്ര്യമില്ലാതെയാക്കി, നമ്മുടെ സർവകലാശാലകളെ മികച്ചതാക്കി, സ്കൂളുകളെയും ആശുപത്രികളെയും മികച്ചതാക്കി. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല, ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി. ഇനി എന്ത് വേണം? ഞങ്ങൾ കാണുന്നത് ഒരു വിജ്ഞാന കേരളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മൂലധനത്തിന് മുതലാളിമാരെ ആശ്രയിക്കേണ്ടതിന് പകരം വിജ്ഞാനം എന്ന് പറയുന്നത് മൂലധനമാക്കി മാറ്റിത്തീരുന്ന ഒരു ലോകബദ്ധ. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? നമ്മുടെ കേരളത്തിൽ നമുക്ക് ലോകോത്തര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മൾ ശിശുമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ. മാതൃമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ മുമ്പിലാണ് നമ്മൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്കൊപ്പമാണ് പല കാര്യത്തിലും. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങും. മനുഷ്യ വിഭവശേഷിയുടെ, മനുഷ്യ വികാസത്തിന്റെ എല്ലാ മാനകങ്ങളിലും കേരളം ഇന്ത്യയിൽ നമ്പർ 1. ഇനിയും ഉയരാനുണ്ട്. അതിന് 2031 കേരളം എന്ന ലക്ഷ്യം വെച്ച് 61 വകുപ്പുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് അത് രൂപരേഖ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിയ കൊടിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഒന്ന്, വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് നമുക്കറിയാം. എല്ലാത്തിനും, അതായത് ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം, മിൽമാപ്പാല്, പെട്രോൾ ചാർജ്, ബിൽഡിംഗ് ടാക്സ്, ലാൻഡ് ടാക്സ്, വണ്ടിയുടെ ടാക്സ്, ടോൾ പാസയിലെ നിരക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ വില കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം. ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയന്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിന്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ക്രമസമാധാനം ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ്. കാരണം മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചത് നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഇവിടെ മയക്കുമരുന്ന് കാരണമുള്ള അക്രമം എത്രയാണ് നടന്നതെന്ന് രക്ഷിതാക്കൾ വളരെ ആശങ്കയിലാണ്. എത്രയേറെ അക്രമങ്ങൾ നടന്നു, അതൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. 3 ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വേണു മരിച്ചു. വേണു പറഞ്ഞത് അവശ്യ ശസ്ത്രക്രിയക്ക് പോയിട്ട് ശസ്ത്രക്രിയയോ മരുന്നോ കട്ടിലോ പോലും കിട്ടിയില്ല എന്നാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ എല്ലാ ദിവസവും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ശുചിമുറി താർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖലയെ തച്ചു താർത്ത സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. 4, വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയും തച്ചു തകർത്ത സർക്കാരാണ്. കാരണം ഇവര് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രപരമായി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടോ ആ മാറ്റത്തിനെതിരെ സമരം ചെയ്ത പ്രസ്ഥാനം SFI ആണ്. അത് സ്വാശ്രയ കോളേജുകളുടെ കാലഘട്ടത്തിലും ഇവിടെ വിദേശ സർവകലാശാലകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ചരിത്രപരമായി എല്ലാ കാര്യങ്ങളിലും സമരം ചെയ്ത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ +2 കഴിയുമ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പാകത്തിനാക്കി വെച്ച ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. തൊഴിലിടങ്ങളെ നശിപ്പിച്ച സർക്കാരാണ്. കാരണം PSCയെ നോക്കുകുത്തിയാക്കി. കണ്ട കത്തിക്കുത്ത് കേസിലെ പ്രതികൾക്ക് വരെ PSCയുടെ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത് പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ കയറ്റിയ ഒരു സർക്കാരാണ്. എന്നെ സംശയിക്കരുത്,
ഇത് കാണുന്ന ചെറുപ്പക്കാരൊക്കെ ഈ സർക്കാരിൻ്റെ എതിരായിട്ട് വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അഴിമതി കൊണ്ട് മൂടിയ സർക്കാരാണ്. SNC ലാവ്ലിൻ കേസും മാസപ്പടി കേസും മകനെതിരെയുള്ള ED കേസും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതി ആരോപണം നേരിടുന്ന സർക്കാരാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം മല നട്ടു, കാട് നട്ടു, കട്ടു, റോഡ് കട്ടു, തോട് കട്ടു, എല്ലാം കട്ട് കഴിഞ്ഞപ്പോൾ അവസാനം സാക്ഷാൽ ശബരിമല അയ്യപ്പനെ തന്നെ കട്ടെടുത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതിനെപ്പറ്റി പത്രക്കാർ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് എന്റെ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ സ്വത്ത് ഈ ഭൂലോകത്ത് വേറെ എന്തുണ്ട്? ആര്യ രാജേന്ദ്രൻ മേയറായ കാലം തൊട്ട് എത്രയേറെ നുണകളെ അതിജീവിച്ചൊരു മേയറാണ്. ഒരു പുണ്യാളച്ചൻ. എത്ര നാള് വളഞ്ഞിട്ട് ആക്രമിച്ചു ആ പാവപ്പെട്ട കുട്ടി. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. ഒരു നേതാവായി മാറി, ഏറ്റവും മികച്ച മേയറായി. ഒന്ന് നിർത്തണോ തന്റെ ഈ കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. പിണറായി വിജയന്റെ നിലവാരം വില കുറഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ അബിൻ വർക്കിയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, എടാ വിജയ എന്ന് വിളിക്കുന്നൊരു എന്തായാളുടെ പേര് ഞാൻ മറന്നുപോയി. പേര് കേരളത്തിലില്ലല്ലോ. അങ്ങനെ പേര് പോലും എൻ്റെ നാക്കിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം മ്ലേച്ഛമല്ലേ, അപമാനമല്ലേ? ഞാൻ പറയില്ല. എന്തിന്റെ അസുഖമാടാ രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു? അത്ര മ്ലേച്ഛമാണ്. നമ്മുടെ നാട് കാണാത്ത വിധം ഇതുപോലെ സ്ത്രീ വിരോധിയായ സ്ത്രീകളെ വേട്ടയാടുന്ന ഒരാളുണ്ടോ? അങ്ങനെ വന്നല്ലോ അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കണിയാ. ഞാൻ പറയുന്നത് ഇവിടെ 62 ലക്ഷം വീടുകളിൽ 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന പിണറായി വിജയനെ വെറുക്കണം. അതുകൊണ്ട് NN പിള്ള ആ സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ, 62 ലക്ഷം വീടുകൾ പെൻഷൻ കൊടുത്ത ആ പിണറായി വിജയനെ മറക്കണോ? ഞാൻ മറക്കണോ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് 35 ലക്ഷം വനിതകൾക്കാണ് 1000 രൂപ വെച്ച് വീട്ടമ്മമാർക്ക് ഒരു പദ്ധതി നവംബർ 1 ആരംഭിച്ചിട്ടുണ്ട്. അത് പിണറായി പറഞ്ഞാൽ കിട്ടുമെന്ന് അറിയാവുന്ന വീട്ടമ്മമാർക്ക് അത് മുടക്കാൻ വേണ്ടി വോട്ട് വാങ്ങിക്കണം. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ UDF-കാരോട് പറയുകയാണ് കണക്ട് വർക്ക് എന്നൊരു പദ്ധതി. ഞങ്ങൾ വെറുതെ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ല കേട്ടോ. ആ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ വിജ്ഞാന കേരളം പദ്ധതി ഉണ്ടാക്കി. വിജ്ഞാന പത്തനംതിട്ട. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. തൊഴിൽ മേളകളൊക്കെ നടത്തി. അതിന്റെ കേരള എക്സ്റ്റൻഷനാണ്. കേരളത്തിൽ ഇപ്പോൾ ജനന നിരക്ക് കുറവാണ്. 5.5 ലക്ഷം കുട്ടികൾ ജനിച്ചിരുന്ന കേരളത്തിൽ 3.25 ലക്ഷം കുട്ടികളെ ഒരു വർഷം ജനിക്കുന്നുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം പണി വാങ്ങിച്ചു കൊടുക്കുക. അതിനാണ് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി കണക്ട് വർക്ക് പദ്ധതി. 1000 രൂപ വെച്ച് അവർക്ക് ഇപ്പോൾ ഒരു അലവൻസ് കൊടുത്തവരെ ഒരു നൈപുണ്യ കോഴ്സ് പഠിപ്പിക്കുക. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സർക്കാർ അവരോട് പറയുന്നത് അമ്മമാരും അച്ഛന്മാരുടെയും പൈസ കൊണ്ട് ഏജന്റുമാർക്ക് കൊടുത്ത് വിദേശത്ത് പോകുന്ന തട്ടിപ്പിനിരയാകണ്ട. സർക്കാർ നേതൃത്വം. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. 6 ലക്ഷം പേരുടെ വീടുകൾക്കാണ് അലവൻസ് ആയിരിക്കുന്നത്, പണമായിരിക്കുന്നത്. പണി തീർന്നതിന്റെ എണ്ണം 4.38 എന്നാണ് സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 4.78 മാർച്ച് 31 ആകുമ്പോൾ 6 ലക്ഷം ആകുമെന്നാണ് ഞങ്ങളുടെ. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 2.94 3 ലക്ഷം പേർ കൂടെ വീട് വെച്ച് കൊടുത്താൽ മതി. എല്ലാവർക്കും വീടാവും. ആരും വഴി കിടക്കേണ്ടത്. കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലോ. ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അതിദാരിദ്ര്യമുക്ത കേരളം ലോകത്തെ പലരും പഠിക്കാൻ നോക്കുകയാണ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഇനിയിപ്പോ ദാരിദ്ര്യമുക്ത കേരളത്തിലാണ് നെക്സ്റ്റ് ഗവൺമെന്റിന്റെ പ്ലാൻ. പിന്നെ വിലക്കയറ്റം ഉണ്ടോ? സപ്ലൈകോ ഉണ്ടോ? ഇപ്പൊ സപ്ലൈകോയിൽ എന്താ? നിങ്ങൾ പോയി നോക്കൂ. വനിതകൾ അവിടെ ചെന്ന 5% പണം കുറവാ. ഏത് വനിത എന്ന് സാധനം വാങ്ങിച്ചാലും സപ്ലൈകോയിൽ 5% കുറവായിരിക്കും. പല ഓഫറുകളും അവിടെ ഉണ്ട്. നിറയെ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ ഡോളറിന്റെ വില ഇങ്ങനെ രൂപയായിട്ട് 90ലേക്ക് കൂപ്പുകുത്തുകയും നമ്മുടെ നാണയവിലയൊക്കെ ഇങ്ങനെ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ കേരളം മാത്രം അത് അതിജീവിക്കുമോ? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.